മൂക്കടിച്ച് പൊട്ടിക്കുന്ന കണ്ടല്ലോ അല്ലേ എല്ലാരും ലൈഫ്. ബേസിന്റെ കൂടെ അയ്യോ ഒരാൾ കൊല്ലില്ല ചുമന്ന് അത് മേക്കപ്പ് അതിങ്ങനെ ഇങ്ങനെ ആക്കിയപ്പോ ലിപ്സ്റ്റിക് അല്ല ചിലവർക്ക് നല്ല നല്ല സ്കിന്നുള്ളവർക്ക് അറിയൂല. ആ ബേസിന്റെ കൂടെ സൂക്ഷ്മദർശിനി ബേസിന്റെ കൂടെ സൂക്ഷ്മദർശിനിയിൽ വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. ഓ എന്തൊരു കിടിലം, ഭയങ്കരമായിരുന്നു. ബേസിൽ ആക്ടർ എന്നുള്ള രീതിയിലാണെങ്കിലും as a person, oh my god, സംസാരിക്കുന്നു ഇപ്പം. that guy, oof, crazy. What a guy, Actually crazy. what an actor. ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. what an actor. ഓക്കെ ഫഗത്തിന്റെ ആവേശം തെലുങ്കിൽ റീമേക്ക് ചെയ്യുമ്പോൾ രംഗണ്ണനായിട്ട് ഏത് നടൻ അഭിനയിക്കണമെന്നാണ് ആഗ്രഹം? ഇത് ഇവൻ പറയുന്നത് എന്തായാലും ഇത് നസ്രിയായിട്ടാണ് ഞാൻ പറയുന്നത്. തെലുങ്കിൽ റീമേക്ക് ചെയ്യുമ്പോഴോ? രംഗണ്ണനായിട്ട് ഓൾറെഡി ഒരു നടൻ ഇല്ലേ അങ്ങനെ അനൗൺസ് ചെയ്തിട്ടില്ലേ? ഇല്ല. നസ്രിയുടെ ഒരു ആഗ്രഹം, നസ്രിയുടെ ഒരു ആഗ്രഹം പറഞ്ഞാൽ മതി. നാനി. Because we are co-stars also, we are also good friends. Okay. So I think. Oh, he's Nazriya. Nazriya. ഞാനും നാനി അണ്ടേ സുന്ദരാനി ചെയ്തപ്പോ തൊട്ടുള്ള നല്ല റിലേഷൻ ഉണ്ട്. സോ യാ സോ ഓക്കേ ആസ് എ പ്രൊഡ്യൂസർ റിലേഷൻഷിപ്പ് വെച്ചല്ലേ കേട്ടോ ബൈ ദ വേ. അതെല്ലാം നിന്നെ വിളിക്കാതിരിക്കുന്നത്. ഓക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നസ്രിയ ചേച്ചി ബേസ്ലൈറ്റിനായിട്ട് ആൻസേഴ്സ് പറയാം. ഇത്രയും ചീപ്പ് എനിക്ക് ആവാൻ പറ്റും. ഐ ട്രൈ. ഓക്കെ ട്രൈ ചെയ്യാലോ. സിനിമാ സംവിധാനവും അഭിനയവും ഇത് രണ്ടും എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ സാധിക്കുന്നത്? ഞാൻ മാനേജ് ചെയ്യുന്നില്ലോ. ഞാനിപ്പോ കുറെ കാലമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പം എനിക്ക് മാനേജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആക്ടറായിട്ട് മാത്രമാണ് ഞാനിപ്പോ ജീവിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ ഒട്ടും മാനേജ് ചെയ്യുന്നില്ല. ഇനി ഉടനെ തന്നെ ഒരു അടുത്ത പടം ഉടനെ തന്നെ അടുത്ത പടം നമുക്ക് പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കണ്ട. അഭിനയിക്കുന്ന പടങ്ങളുണ്ട്. ഹിന്ദിയിൽ ഇപ്പൊ ഒരെണ്ണം ഡയറക്റ്റ് ചെയ്യാൻ പോകും. ഞാൻ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുന്നു. രണ്ടും കൽപ്പിച്ചു. ഞാൻ ഇത്ര ദേഷ്യമൊന്നുമില്ല ഞാൻ ഉത്തരം പറയാം. ഇങ്ങനെ വേണം കണ്ടോ? നിനക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാം. അല്ലാതെ അപ്പുറത്തെങ്ങാനും മാറി അല്ലാതെ ഇന്റർവ്യൂ. നസ്രയുടെ കൂടെ വർക്ക് ചെയ്തപ്പോൾ നസ്രയുടെ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് അഡോപ്റ്റ് ചെയ്തത്? എനിക്ക് ഇന്ന് ലൈഫിലുള്ള എല്ലാ ക്വാളിറ്റിയും ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ പോലായിരുന്നു. എനിക്ക് ഒരു വിവരവും കുറച്ച് അത്ര ഒരു സെൻസിബിലിറ്റി ഉള്ള ആളല്ലായിരുന്നു. ടുഡേ ഐ ഹാവ് സം ടേസ്റ്റ്, സം ഗുഡ് വിവരം. നസ്രയുടെ ഏത് ക്വാളിറ്റിയാണ് ബേസിലിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ചളിയില്ലേ? ഓക്കെ ബേസിലേട്ടാ ഞങ്ങളെ നേരിട്ട് ശരിക്കും പാലൊടിഞ്ഞു ശരിക്കും വേണുണ്ടോ? ചെറുതായിട്ട് ഇത് പെട്ടെന്ന് പോയിട്ട് കണ്ണാടിയിൽ ഇവിടുന്ന് ഇറങ്ങിയിട്ട്. ബേസിലേട്ടാ ഞങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ആ ചിരിയില്ലേ ബേസിലേട്ടനെ മാറ്റണം. ഓക്കെ ഫോട്ടോസ്. ഇനി ചെയ്യാനുള്ള രൺവീർ സിംഗിനോടൊപ്പമുള്ള സിനിമ ഞങ്ങൾക്ക് എപ്പോ പ്രതീക്ഷിക്കാം? നിങ്ങൾ പ്രതീക്ഷിച്ചോ, നിങ്ങളുടെ സൗകര്യത്തിന് എപ്പം വേണമെങ്കിലും. അത് നിങ്ങളുടെ കയ്യിലുള്ള സാധനമല്ലേ, പ്രതീക്ഷിച്ചോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നസ്രയുടെ ഏത് സിനിമയിലെ പെർഫോമൻസ് കണ്ടിട്ടാണ് ചേട്ടന് ഇൻസ്പിറേഷൻ തോന്നിയിട്ടുള്ളത്? അങ്ങനെ ഒരു പടം ഇന്നും ഇറങ്ങിയിട്ടില്ല. എന്നെ അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള പടം നിർബന്ധിച്ചാൽ ഞാൻ വേണമെങ്കിൽ ഓം ശാന്തി ഓശാനെന്ന് പറയാം. അല്ലാതെ ഇൻസ്പിറേഷൻ എനിക്ക് തോന്നുന്നു നസ്രിയയുടെ ക്യാരക്ടറാണ് എന്നെ കുറച്ചുകൂടി ഇൻസ്പയർ ചെയ്തത്. her films, personality, അത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റിയാണ്. ഫാൻ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയല്ലേ, സത്യമായിട്ട് ഞാൻ ഫാനാ. ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ
സൂക്ഷ്മദർശിനി മൂവി റിലീസ് ആവാൻ പോവുകയാണ് നവംബർ അല്ലേ 22nd. അതെ. ഓക്കെ, അപ്പൊ ഞങ്ങൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പൊ ഗ്രേറ്റ് സക്സസ് ആകട്ടെ, ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ തിയേറ്ററിൽ പോയി എല്ലാവരും കാണണം. ഓക്കെ, അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.